ഇനി നോക്കാം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. എറണാകുളം ജില്ലയ്ക്കും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വിശദാംശങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പറയൂ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ശ്യാമ, സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുകയാണ്. വിവിധ ജില്ലകൾക്ക് അലർട്ടുകൾ മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് വന്നിട്ടുള്ള അലർട്ടുകളിൽ 4 ജില്ലയ്ക്കാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഒപ്പം തന്നെ ഇടുക്കി, മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ലക്ഷദ്വീപിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ നിലവിലെ യെല്ലോ അലർട്ട് അത് ഓറഞ്ച് അലർട്ടായി മാറ്റിയിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി വരികയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും മഴ ശക്തമാകുന്നതിന്റെ സാഹചര്യത്തിൽ ഉയരം കൂടി, അതായത് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിലേക്കുള്ള രാത്രിയാത്ര അടക്കം പരമാവധി നിരോധിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ വരികയാണ്. തീരദേശ മേഖലയിൽ മണിക്കൂറിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് കൂടി ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ തന്നെ മാന്നാർ കടലിടുക്കിന് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് 21-ാം തീയതിയോടുകൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പടിഞ്ഞാറും വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി 48 മണിക്കൂറിനുള്ളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.